നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ദിയ മനു, ആലുവ CSI സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 15-ാം സങ്കീർത്തനമാണ്. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഇതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എന്ന് ചോദിക്കുന്നു. അതിന്റെ യോഗ്യത ആർക്കാണെന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഒരു ദൈവ പൈതലിൽ മാത്രമേ നിഷ്കളങ്കനായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവന്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അത് കാണുവാൻ സാധിക്കും. നാവ് കൊണ്ട് കുരുൾ പറയാത്തവൻ. നാവാണ് നമ്മളെ ഏറ്റവും അധികം പാപം ചെയ്യിപ്പിക്കുന്നത്. 39-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കണമെന്ന്. എങ്ങനെയുള്ള നാവായിരിക്കണമെന്ന് 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ മേലിരിക്കുമെന്ന്. കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കണം. കൂട്ടുകാരനോട് എപ്രകാരമായിരിക്കണമെന്ന് ദൈവവചനത്തിൽ പറയുന്നു, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇത് 2-ാമത്തെ കൽപ്പനയാണ്. കൂട്ടുകാരനോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ലോകത്ത് എവിടെയും വഷളത്തരങ്ങൾ നാം കാണുന്നു. ഒരിക്കലും നമ്മൾ അതിലേക്ക് തിരിയരുത്. അത് നമ്മുടെ ജീവിതത്തെ എന്നും പുണ്യമായിരിക്കണം. യഹോവ ഭക്തന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. സത്യത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. പണം കൊടുത്തും പലിശ വാങ്ങിയും കൈക്കൂലി വാങ്ങിയും ദൈവം വെറുക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം ആർ അനുഭവിക്കുന്നു എന്ന് അറിയില്ല. ഇങ്ങനെ നന്മകളിലൂടെ മാത്രം ജീവിക്കുന്നവർ ഒരു കാലത്തും കുലുങ്ങിപ്പോകാതെ സിയോൻ പർവ്വതം പോലെ ഇരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഇന്ന് നല്ല ദിവസത്തിനായി സ്തോത്രം. ജേണി ത്രൂ ദ സാംസിൽ എന്ന പരിപാടിയിലേക്ക് ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞതിന് സ്തോത്രം. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒക്കെ ഓരോ ദിവസവും ഞങ്ങളെ കാണിച്ചു തരണമേ. കൃപയോടെ കേൾക്കണമേ. ആമേൻ.